ആവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഭാര്യമക്കളിലും നമ്മുടെ ഇഷ്ടക്കാരിലുമുള്ള എല്ലാ ബലാദ് മുസീബത്തുകളും രോഗങ്ങളൊക്കെ അല്ലാഹുത്തല ശമനമാക്കി തരുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്ത് നൽകി അല്ലാഹുത്തല നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, അല്ലാഹുത്തല നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അദ്ദുനിയ സിജ്നുൽ മുഅ്മിനി, സത്യവിശ്വാസിയുടെ നരകമാണ് അല്ലെങ്കിൽ ജയിലാണ് ഈ ഭൂമി ലോകത്തെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ജീവിതം അവസാനിപ്പിച്ച് ശാശ്വതമായ പരലോക ജീവിതത്തിലേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരും ആ നിലയ്ക്ക് പ്രാർത്ഥിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. ഒരാളും അതിൽ നിന്ന് ഒഴിവല്ല. അതുകൊണ്ട് തന്നെ മരണം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പേടിക്കപ്പെടേണ്ട ഭീകരമായ ഒരു അവസ്ഥയൊന്നുമല്ല. മരണം നമ്മളെത്ര പേടിച്ചാലും മരിക്കാതെ നമുക്ക് കഴിയില്ല, നമ്മൾ മരിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, യുഹിബ്ബുൽ ഇൻസാനുൽ ഹയാത്ത, മനുഷ്യൻ ജീവിതത്തെ ഇഷ്ടപ്പെടുകയാണ്, പക്ഷേ വൽ മൗതു ഖൈറുൻ ലഹു, വൽ മൗതു ഖൈറുൻ ലിനഫ്സിഹി, അവന്റെ നഫ്സിന് ഏറ്റവും ഖൈറായത് മരണമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്നത് കാണാം. പക്ഷെ ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ സമ്പാദിച്ചതാണ് പരലോകത്ത് നമുക്ക് ശാശ്വതമായി ഉപയോഗിക്കാൻ കഴിയില്ല. ശാശ്വതമായ പരലോകത്തേക്ക് വേണ്ട ദുനിയ മസ്റഅത്തുൽ ആഖിറ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ശാശ്വതമായ പരലോകത്തേക്കുള്ള കൃഷി നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. അതുകൊണ്ട് ജീവിക്കുന്ന കാലം അത് എത്ര ചെറുതാണെങ്കിലും ആ ജീവിക്കുന്ന കാലം അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന ആഖിറം നേടാൻ പറ്റുന്ന അമലുകൾ കൊണ്ട് നമ്മുടെ ഈ ജീവിതത്തെ നമ്മൾ ധന്യമാക്കുകയാണ് വേണ്ടത്. നമുക്കിതിന്റെ നീളം കൂട്ടാൻ കഴിയില്ല. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരാളുടെ മരണത്തിന്റെ അവധി എത്തിയാൽ അല്ലാഹു തആല അവനൊരു നിമിഷമോ ഒരു സെക്കൻഡോ ഒരല്പസമയം പോലും അല്ലാഹു തആല പിന്തിച്ചു കൊടുക്കുകയില്ല. അതുകൊണ്ട് നീളം കൂട്ടാൻ നമുക്ക് അല്ലാഹു തആല നിശ്ചയിച്ചത് 50 ആണെങ്കിൽ അത് 51 ആക്കാനോ അല്ലെങ്കിൽ 70 ആണെങ്കിൽ 71 ആക്കാനോ നമ്മളെ കൊണ്ട് സാധ്യമല്ല. പക്ഷെ ആ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. കുറെ കാലം ജീവിച്ചിരിക്കുക എന്നതല്ല. യു കനോട്ട് കൺട്രോൾ ദ ലെങ്ത് ഓഫ് യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിന്റെ നീളം നിന്റെ നിയന്ത്രണത്തിലല്ല. നമുക്കാർക്കും അതിന്റെ നീളം കൂട്ടാൻ കഴിയില്ല. പക്ഷേ എന്ന് വെച്ചാൽ ബട്ട് യു ക്യാൻ കൺട്രോൾ ഇറ്റ്സ് ബ്രീത്ത്, ഡെപ്ത് ആൻഡ് ഹൈറ്റ്. ആ ജീവിതത്തിന്റെ നീളം കൂട്ടാൻ ഒരു ദിവസമെങ്കിലും അധികരിപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിലും ആ ജീവിതത്തിന്റെ ആ ഉള്ള ജീവിതത്തിന്റെ ആഴം കൂട്ടാനും അതിന്റെ ഉയരം കൂട്ടാനും അതിന്റെ പരപ്പ് കൂട്ടാനും ഒക്കെ നിന്നെ കൊണ്ട് കഴിയും. അതാണ് അർത്ഥമുള്ള ജീവിതം എന്ന് പറയുന്നത്. നീളം കൂട്ടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. മരിക്കേണ്ട സമയത്ത് മരിക്കും. പക്ഷെ ഒരു സാധനത്തിന് നീളം മാത്രം ഉണ്ടായ ഒരു സാധനം ആവൂലല്ലോ. അതിന് ആഴം വേണം, അതിന് വീതി വേണം, പരപ്പ് വേണം. ഇതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കൂട്ടാൻ നിന്നെ കൊണ്ട് കഴിയും. അല്ലാതെ അതൊന്നും എനിക്ക് കഴിയില്ല, എൻ്റെ ജീവിതത്തിൽ ഒന്നും ഒരു മാറ്റവും വരുത്താൻ എനിക്ക് കഴിയില്ല എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് ഈ ജീവിതത്തിന്റെ നീളം കൂട്ടാൻ കഴിയാത്ത നമ്മൾ ഉള്ള ജീവിതം അർത്ഥവത്താക്കുക, ഫലപ്രദമാക്കുക, ഉപകാരപ്രദമാക്കുക. അല്ലാഹുവിന് പൊരുത്തമുള്ളത് പറയുക, അല്ലെങ്കിൽ മൗനം വീക്ഷിക്കുക. ചില ആളുകളൊക്കെ തെറ്റും, ഉസ്താദ് എന്താ അങ്ങനെ കണ്ടിട്ട് മുണ്ടണമൊന്നുമില്ലല്ലോ, വർത്താനം പറയാൻ കൂടുന്നില്ലല്ലോ, നിസ്കാരം തുഴ കഴിഞ്ഞാൽ ഉസ്താദ് റൂമിക്ക് പോകാനൊക്കെ തോന്നാം. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ ആഴം കൂട്ടാൻ മറ്റുള്ളവരോടുള്ള സംസാരം തടസ്സമാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കലില്ല. ചോദിച്ചതിന് മറുപടി പറയുന്നതിന്റെ അപ്പുറം ഞാനൊന്നും പറയാറില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹു അങ്ങനെ ആക്കാൻ നമുക്ക് സൗകര്യം ചെയ്യുമാറാവട്ടെ. നമ്മൾ ഇതിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കണമെങ്കിൽ അനാവശ്യ വർത്തമാനങ്ങൾ ചുരുക്കുക, വേണ്ട വർത്തമാനങ്ങൾ അധികരിപ്പിക്കുക. നമ്മുടെ ബാധ്യത ഒരുപാട് ഇവിടെ കിടക്കുക, നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത ബാധ്യത ഇവിടെ കിടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുന്നത്. അതുകൊണ്ട് ആ അവസ്ഥയല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിന്റെ അർത്ഥം ആ ആഴം കൂട്ടാൻ പരിശ്രമിക്കുക. അവരാണ് വിജയികൾ.
അതിന് കഴിഞ്ഞവർ വിജയിച്ചു. അതിന്റെ ആഴവും അതിന്റെ പരപ്പും അതിന്റെ ഹൈറ്റും ഉന്നതിയും ഒക്കെ കൂട്ടാൻ കഴിയുന്നവർ തീർച്ചയായും വിജയിക്കും. അങ്ങനെയുള്ള ആളുകളുടെ മാർഗമാണ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരായ ആളുകളുടെ മാർഗത്തിൽ എന്നെ നീ ആക്കണമേ. അല്ലാഹു അനുഗ്രഹിച്ചവർ ഇവരാണ്. അവരുടെ ജീവിതത്തിന്റെ സമയങ്ങൾ അവർ ഉപയോഗപ്പെടുത്തിയവരാണ്. ആയുസ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയതാണ്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പഠിക്കണം, അവരെ നമ്മൾ മാതൃകയാക്കണം, അവരെ പോലെയാകാൻ പരിശ്രമിക്കുകയും വേണം. അപ്പോഴേ നമുക്ക് രക്ഷയുള്ളൂ. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്ന അന്നമല്ലാഹു അലൈഹിം. അല്ലാഹു തആല അവർക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ആരാണ് ഈ അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിയ ആളുകൾ? മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അമ്പിയാക്കന്മാര്, അതുപോലെ സുദ്ദീഖീങ്ങള്, അതേപോലെ തന്നെ ശുഹദാവ് രക്തസാക്ഷികള്, അതുപോലെ സ്വാലിഹീന സജ്ജനങ്ങളായ ഇബാദത്തുകൾ കൊണ്ടും അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന അമല് കൊണ്ടും ജീവിതത്തെ അർത്ഥമുള്ളവരാക്കിയ ആളുകൾ. അങ്ങനത്തെ ഒരുപാട് ആളുകൾ അവർ മരണത്തെ തോൽപ്പിച്ചവരാണ്. അവർ ഒരുപാട് കാലം ഇവിടെ ജീവിച്ചു എന്നതല്ല അവരുടെ ജീവിതത്തിന്റെ വിജയം. അവർ മരണത്തെ തോൽപ്പിച്ച് ശാശ്വതമായി ജീവിതം തിരഞ്ഞെടുത്തവരാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി. ഈമാനും അമലും സാലിഹുമുള്ള ആളുകൾ, സൽക്കർമ്മം ധാരാളമായി പ്രവർത്തിച്ച മുഅ്മിനുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം സവാഉം മഹിയാഉം വമമാതുഹും, അവരുടെ ജീവിതവും മരണവും സമമാണ്. അതാണ് ഭാഗ്യം. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടിയതുപോലെ അതിലേറെ വലിയ അവസ്ഥയിലേക്കാണ് മരണശേഷം അവർ മാറുന്നത്. അതുകൊണ്ട് ആ മരണം പേടിക്കേണ്ടതല്ല എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഈ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അവരെ പോലെയാകാൻ നമുക്ക് കഴിയും. എത്രയോ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇമാം ഹാക്കിമും അതേപോലെ ബൈഹഖിയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ടും മഹാനായ തൊബറാനി ഇമാം അദ്ദേഹത്തിന്റെ ഔസത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുന്നു, അന്നഹു വഖഫ അലാ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഹീന റജാ മിൻ ഉഹദ്. അല്ലാഹുവിന്റെ പ്രവാചകർ മുസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. വളരെ വലിയ സമ്പന്നനായിരുന്നു. മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് മുസ്ലിം ആയതോടുകൂടെ ദരിദ്രനായി, പാവപ്പെട്ടവനായി, ഒന്നുമില്ലാത്തവനായി അവസാനം മരിച്ചപ്പോ, ഷഹീദായപ്പോ, രക്തസാക്ഷിയായപ്പോ മറയടക്കാൻ കഫൻ ചെയ്യാൻ തുണി തണിയുന്നില്ല. തലഭാഗത്തേക്ക് തുണി വലിച്ചിട്ടാൽ കാലുഭാഗം വെളിഭാഗം കബറിലിറക്കി വെച്ചിട്ട് കാൽഭാഗത്തേക്ക് വലിച്ച് ശരിയാക്കിയാൽ തലഭാഗം തുറന്നു വരും. അത്രേ നീളുള്ളൂ. ഒരു തുണിയാണ് ആകെ ഉള്ളത്. അങ്ങനെ വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തലഭാഗം തുണി കൊണ്ട് മൂടുക, കാൽഭാഗത്ത് ഇദ്ഖിർ എന്ന് പറയുന്ന ചങ്ങണപ്പുല്ല്, ആ പുല്ല് വലിച്ചിട്ട് മറയ്ക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സ്വഹാബിയ മുസ്അബ് ഉമൈർ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ ചെറുപ്പകാലത്ത് അത്ര ചൊറുക്കുള്ള, അത്ര മുന്തിയ വസ്ത്രം ധരിക്കുന്ന, അത്ര വലിയ സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്. അങ്ങനത്തെ ആള് മരിക്കുമ്പോ കഫൻ ചെയ്യാൻ തുണിയില്ല. ഒരു തുണി അത് കിഫായത്താണ്, നിർബന്ധമാണ്. പക്ഷെ അതുപോലും തികയാഞ്ഞിട്ട്, അതുപോലും ഇല്ലാഞ്ഞിട്ട് പുല്ല് വലിച്ചിട്ട് മറയടക്കപ്പെട്ട സ്വഹാബിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു തങ്ങൾ. ഉഹദിൽ നിന്ന് റസൂലുള്ള മടങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കൽ പോയി നിന്നു. എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തോട്, അഷ്ഹദു അന്നകും അഹിയാഉ ഇൻദല്ലാഹ്, ഞാൻ സാക്ഷിയാണ്, അന്നകും അഹിയാഉ ഇൻദല്ലാഹ്, നിങ്ങളൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. നിങ്ങൾ മരിച്ച് മണ്ണായി പോയി, ശവങ്ങളായി പോയി, നിങ്ങൾ ദ്രവിച്ചു പോയി, നിങ്ങൾക്ക് ഇനി ജീവനില്ല എന്ന് ഞാൻ നിങ്ങളെ പറ്റി വിശ്വസിക്കുന്നില്ല. നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ അവരോട് തന്നെ പറയാ. ഖബറാളികളോട്, ജീവിച്ചിരിക്കുന്നവരോടല്ല, അവരോട് ഖിതാബ് കിട്ടാ പറയുന്നത്. അഷ്ഹദു അന്നകും, ശുഹദാക്കളെ, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. നമ്മുടെ ഭൂമി ലോകത്ത് എന്റെ അടുക്കലും നിങ്ങളുടെ അടുക്കലും ജീവിച്ചിരിക്കും പോലെ അല്ലല്ലോ. അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പതിലാണ്. ഇവിടുത്തെ ജീവിതം പോലെ അലവരാതി ജീവിതമല്ല, ഉന്നതമായ ജീവിതമാണ് അവർക്ക്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് സഹാബാക്കളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഫസൂറൂഹും, അതുകൊണ്ട് നിങ്ങൾ അവരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുക,
വസല്ലിമു അലൈഹിം, അവരോട് നിങ്ങൾ സലാം പറയുക. വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു ഏതൊരുത്തന്റെ കയ്യിലാണ് എൻ്റെ ആത്മാവ്, ആ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുസല്ലിമു അലൈഹിം അഹദുൻ, ഒരാളും അവരോട് ചെന്ന് സലാം പറയുകയില്ല. ഇല്ലാ റദ്ദു അലൈഹി, അവർ സലാം മടക്കിയിട്ടല്ലാതെ. ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കുമെന്ന് ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ശറഹ് സുദൂറിന്റെ 202-ാമത്തെ പേജിൽ ഉദ്ധരിച്ച ഹദീസ് കാണാം. അപ്പൊ അതുകൊണ്ട് ഈ മരിച്ചു കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞു എന്ന വിചാരം അത് കുഫറാണ്. അത് ജാഹിലിയ കാലത്തെ മക്കക്കാർ വിശ്വസിച്ചിരുന്ന വിശ്വാസത്തോട് മരണത്തോടൊക്കെ തീർന്നു, ഞാൻ ഇതിന്റെ അപ്പുറം ഒന്നുമില്ല, അതോടൊക്കെ എല്ലാം അവസാനിച്ചു. നമ്മൾ ആ വിശ്വാസക്കാരല്ല. മരണത്തോടൊക്കെ തീരുകയില്ല, പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. നമ്മൾ വാപ്പാന്റെ മുതുകിൽ ഒരു ജീവിതം ഉണ്ടായിരുന്നു, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഒരു ജീവിതം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭൂമി ലോകത്ത് വേറൊരു ജീവിതമുണ്ടായി. ഇത് കഴിഞ്ഞാൽ ഇനി ബർസഖിയായ ലോകത്ത് മറ്റൊരു ജീവിതം നമുക്ക് ഉണ്ടാവുകയാണ്. ഇവിടത്തെ ജീവിതത്തെക്കാളും മുന്തിയൊരു ജീവിതം അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാവട്ടെ. റൗദത്തും മിൻ റിയാദിൽ ജന്ന, ഒന്നുകിൽ സ്വർഗത്തോപ്പിൽ നിന്നൊരു തോപ്പ്, അല്ലെങ്കിൽ നരകക്കുണ്ടിൽ നിന്നൊരു കുണ്ട്, രണ്ടിലൊന്ന് നമുക്ക് വരും. നമ്മുടെ ബർസഖിയായ ലോകം നരകക്കുണ്ടാക്കാതെ അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാണ് നമ്മുടെ മുൻഗാമികൾ. നമുക്ക് മാതൃക അവരാണ്. അവരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അവരെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്, അവരുടെ ശ്രേഷ്ഠതയാണ് നമ്മൾ പറയുന്നത്. എന്തിനാത്? അവരെ പോലെ നമ്മൾ ആവാനാ. അല്ലാണ്ട് വല്യപ്പാ കാണണ്ടാർന്നൊന്നും അള്ളു പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അവരെ പോലെ ആകണം. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മൊഹീദ്ദീൻ ശൈഖ് ഉണ്ടാവണം, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഷാഫി ഇമാം ഉണ്ടാവണം. നമ്മൾ അള്ളാഹിന്റെ പൊരുത്തം നേടിയവരാകണം. നിങ്ങൾ നോക്ക്, മഹാനായ അലിയുള്ള ഇബ്നു മൂസ ഇബ്നു ജഅഫർ ഇബ്നു മുഹമ്മദ് ഇബ്നു അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ, ഹുസൈൻ എന്നവരുടെ പുത്രൻ, അലിയുടെ പുത്രൻ, മുഹമ്മദിന്റെ പുത്രൻ, ജഅഫറിന്റെ പുത്രൻ, മൂസയുടെ പുത്രൻ അലിയുള്ള എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. നബി കുടുംബത്തിൽപ്പെട്ട ഒരാള്. വഫാത്തുഹു ഫീ യൗമി സബ്തി ആഖിർ യൗമി സനത്തി സലാസിൻ ബിഅത്തൈൻ, ഹിജ്റ 203 വർഷത്തിലെ അവസാനത്തെ ദിവസമാണ് അദ്ദേഹം മരിച്ചത്. ഈ മൂസ അലിയുള്ള എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം മരിച്ചത് അവസാന ആ വർഷത്തിലെ 203 അവസാന ദിവസം. വഖബ്റുഹു സനാബാദ് ഖുർബ തൂസ്, തൂസ് എന്ന് പറയുന്ന നാട്ടിലെ, ഈജിപ്തിലുള്ള തൂസ് എന്ന് പറയുന്ന നാട്ടിലെ സനാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തെ മറയടക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഖബർ വളരെ പ്രസിദ്ധമാണ്. യുസാറു, അത് സിയാറത്ത് ചെയ്യപ്പെടുന്ന ഒരു ഖബറാണ്. ബിജംബി ഹാറൂൻ റഷീദ്, ഇമാം ഹാറൂൻ റഷീദ് ചക്രവർത്തിയുടെ ഖബറിന്റെ അടുത്താണ് അദ്ദേഹത്തെ മറയടക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഇമാമുൽ ഹാഫിദ് ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു, നിങ്ങളുടെ ഹദീസ് റിപ്പോർട്ടർമാരിൽ പ്രഗത്ഭനായ വലിയ പ്രശസ്തനായ ഹദീസ് പണ്ഡിതനാണ് ഇബ്നു ഹിബ്ബാൻ. ഒരുപാട് ഹദീസ്, ലക്ഷക്കണക്കിന് ഹദീസ് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സുനൻ ഇബ്നു ഹിബ്ബാൻ രചിച്ച മഹാപണ്ഡിതൻ. അദ്ദേഹം വഫാത്തായത് ഹിജ്റ 354-ലാണ്. അതായത് ഇവരൊക്കെ ആദ്യ കാലക്കാര് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്നൊക്കെ പറഞ്ഞ ആ ആദ്യ കാലക്കാരിൽപ്പെട്ട മഹാനാണ് ഇബ്നു ഹിബ്ബാനും അതുപോലെ അലിയുള്ള എന്ന മഹാനുമൊക്കെ. അദ്ദേഹം പറയുകയാണ്, ഖദ് സുർതുഹു മിറാറൻ കസീറ, ഞാൻ അദ്ദേഹത്തിന്റെ ഖബർ പലവട്ടം സന്ദർശിച്ചിട്ടുണ്ട്. അലിയുള്ള എന്നവരുടെ ഖബർ, നബി കുടുംബത്തിൽപ്പെട്ട അലിയുള്ള എന്നവരുടെ ഖബർ പലവട്ടം ഞാൻ സന്ദർശിച്ചു. ഞാൻ തൂസിൽ താമസിക്കുന്ന കാലഘട്ടത്തില് എനിക്ക് എന്ത് പ്രയാസമുണ്ടായാലും എന്ത് വിഷമമുണ്ടായാലും ഞാൻ ഇദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ചെല്ലുമായിരുന്നു. ഇബ്നു ഹിബ്ബാൻ പറയാം, ഞാൻ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കലേക്ക് ചെല്ലും. എന്നിട്ട് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യും, അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കും, റഹ്മാനായ തമ്പുരാനെ ഇവരുടെ ഹക്ക് കൊണ്ട് ബർക്കത്ത് കൊണ്ട് എന്റെ പ്രയാസം നീക്കിത്തരണമേ എന്ന് അള്ളാഹുവിനോട് ഏത് സമയത്ത് ഞാൻ ഇദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് അള്ളാഹുവിനോട് എന്റെ ആവലാതിയും സങ്കടവും പറഞ്ഞ് പ്രയാസം നീക്കിത്തരാൻ ആവശ്യപ്പെട്ടാലും ആ പ്രയാസം നീങ്ങിപ്പോവുകയും അതുപോലെ പല പ്രാവശ്യം എന്നും അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയാ, ഞാനിത് ഒരിക്കലല്ല പല പ്രാവശ്യം പരീക്ഷിച്ചിട്ടുണ്ട്.
ആ പരീക്ഷണങ്ങളിലൊക്കെ ഞാൻ അത് അനുഭവിച്ചിട്ടുമുണ്ട്. വജത്തുഹു കദാലിക, ഇപ്രകാരമാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായത്. അമാതനല്ലാഹു അലാ മഹബ്ബത്തിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅഹ്ലി ബൈത്തിഹി അജ്മഈൻ. അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത്തിലും അവിടുത്തെ കുടുംബത്തോടുള്ള മഹബ്ബത്തിലുമായിട്ട് നമ്മളെയൊക്കെ മരിപ്പിക്കുമാറാവട്ടെ എന്ന് ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു അതിന്റെ ശേഷം പ്രാർത്ഥിക്കുന്നു. എന്താ കാരണം? ആ സിക്കാത്ത് എന്ന് പറയുന്ന കിതാബില് ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു അതിന്റെ 8ാമത്തെ വാള്യം 457ാമത്തെ പേജിൽ പറഞ്ഞ ഉദ്ധരണിയാണ് ഞാൻ വായിച്ചത്. ഇതാണ് സലഫുസ് സാലിഹീങ്ങളുടെ പതിവ്. പ്രയാസങ്ങൾ വരുമ്പോ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലങ്ങള് സമയങ്ങളൊക്കെ പ്രത്യേകതകളുണ്ട്. അത്തരം സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. എന്തുകൊണ്ടാ? ഇവരൊക്കെ മരിച്ചുപോയി, അവരൊക്കെ മണ്ണായി പോയി എന്ന വിചാരമല്ല ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ടത്. അത് മുസ്ലിമിന്റെ സംസ്കാരമല്ല. അള്ളാഹുവിന്റെ പ്രവാചകർ എല്ലാ ശനിയാഴ്ചയും ഉഹദ് സന്ദർശിക്കുമായിരുന്നുവെന്ന് ഹദീസിൽ കാണാം. ഉഹദ് ശുഹദാക്കന്മാരുടെ മഖ്ബറയിൽ ചെല്ലും എല്ലാ ശനിയാഴ്ചയും. റസൂലുള്ളാഹി തങ്ങളുടെ പതിവ് അതാണ്. എല്ലാ ശനിയാഴ്ചയും ഉഹദീങ്ങളുടെ ഖബറുകൾ ചെന്നിട്ട് ദ്വാർക്കും. അവസാനം ചെന്നപ്പോ റസൂലുള്ളാഹി അവരോട് യാത്ര പറയുന്നുണ്ട്. ഇനി ഞാൻ വരൂല എന്ന് സൂചന നൽകിക്കൊണ്ട് പിന്നെ ഒരു ശനിയാഴ്ച വന്നില്ല. അതിന് റസൂലുള്ളാഹിക്ക് കഴിഞ്ഞില്ല. അതിന്റെ മുമ്പേ റസൂലുള്ളാഹി വഫാത്തായി. അങ്ങനെ എല്ലാ ആഴ്ചയും റസൂലുള്ളാഹി ഖബർ സിയാറത്ത് ചെയ്യും. അത് റസൂലുള്ളാഹിന്റെ ഒരു പതിവാണ്. അതാണ് മുസ്ലിമീങ്ങൾ. അതൊരു പുണ്യകർമ്മമാണ്. വെറും മരണത്തെ ഓർക്കാൻ മാത്രമല്ല, ഒരുപാട് മഹത്വങ്ങൾ ഇതുകൊണ്ട് തീർന്നില്ല. ഞാൻ ചുരുക്കട്ടെ. മഹാനായ ഇബ്രാഹിമുൽ ഹർബിയിൽ ബാഗ്ദാദി ഹിജറ 198 ജനിക്കുകയും ഹിജറ 285 വഫാത്താവുകയും ചെയ്ത ആദ്യ 3 നൂറ്റാണ്ടുകളിൽപ്പെട്ട മഹാനായ ഇബ്രാഹിമുൽ ഹർബിയിൽ ബാഗ്ദാദി അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം അദ്ദേഹം ഹദീസ് പണ്ഡിതന്മാരുടെ മാർഗദർശി, പതാകവാഹകൻ എന്ന് പറയാൻ പറ്റുന്ന മഹാനാണ് അദ്ദേഹം. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള പണ്ഡിതനായിരുന്നു. ഫിഖ്ഹിൽ അദ്ദേഹം വലിയ മഹാനായിരുന്നു, പണ്ഡിതനായിരുന്നു. ബസീറൻ ബിൽ അഹ്കാമി, നിയമങ്ങളെ പറ്റി ഉൾക്കാഴ്ചയുള്ള പണ്ഡിതനായിരുന്നു. ഖിയമൻ ബിൽ അദബി, സംസ്കാരപരമായ കാര്യങ്ങളിൽ ഒരു മാർഗദർശനമായിരുന്നു, പിന്തുടരപ്പെടാൻ പറ്റുന്ന ആളായിരുന്നു. സാഹിദൻ, സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച ഒരാളായിരുന്നു. ദുനിയാവിലെ സുഖങ്ങളിൽ താല്പര്യമില്ലാത്ത ഒരാള്. മുഅ്തമിദു, രാജാവായിരുന്ന ഖലീഫയായിരുന്ന മുഅ്തമിദ് ഒരു ദിവസം 1000 ദീനാറ് സ്വർണ്ണ നാണയം അദ്ദേഹത്തിന് കൊടുത്തയച്ചു. അദ്ദേഹം കേട്ടിട്ട് വലിയ പണ്ഡിതനല്ലേ, അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായിച്ചാൽ ആ ദുആക്ക് ഉത്തരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് 1000 ദീനാറ് മുഅ്തമിദില്ല എന്ന് പറയുന്ന രാജാവ് കൊടുത്തയച്ചു. അദ്ദേഹം ആ സംഭവം അത് കിട്ടിയപ്പോ കൊണ്ടുവന്ന ആളുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെനിക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ്, എനിക്ക് ഒട്ടും ഉപകാരം ചെയ്യാത്തൊരു സാധനമായി മുതല്, അതുകൊണ്ട് നീ തിരിച്ച് നിന്റെ യജമാനന് തന്നെ കൊണ്ട് കൊടുക്കുക എന്ന് അദ്ദേഹം അത് മടക്കി അയക്കുകയാണ്. ഇമാമി അഹ്മദ്, മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ഇബ്നു ഹംബലിൽ നിന്നാണ് അദ്ദേഹം ഫിഖ്ഹ് പഠിച്ചത്. വസല്ലഫ കുതുബൻ കസീറ, ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നൊക്കെ സിയർ അഅ്ലാമുൻ നുബലാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 9ാമത്തെ വാള്യം 343ാമത്തെ പേജിൽ കാണാം. അദ്ദേഹം പറയുകയാണ് ഒരു വാക്ക്. അദ്ദേഹം പറയാ, ഖബറു മഅറൂഫുൽ ഖറൈൻ, സൂഫിയാക്കളിൽപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ട മഹാനായ മഅറൂഫുൽ ഖറൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, അത് അത്തിറിയാഖുൽ മുജറബു, പരിശോധിച്ചുറപ്പിക്കപ്പെട്ട സിദ്ധൌഷധമാണ്, രോഗങ്ങൾക്കുള്ള മരുന്നാണ് ആ ഖബർ. അദ്ദേഹം പറയാ, മഹാനായ മഅറൂഫുൽ ഖറഖിയുടെ ഈജിപ്തിലാണ് ഈ ഖബറുള്ളത്. അത് സിദ്ധ ഔഷധമാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഏത് കുടുങ്ങിയവനും അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് ദുആ ചെയ്താൽ അവൻ ഉത്തരം കിട്ടും. അങ്ങനത്തെ ഖബറാണ് അദ്ദേഹത്തിന്റെ ഖബർ. കാരണം അദ്ദേഹം പറയാൽ മുബാറക്കത്ത, അനുഗ്രഹീതമായ സ്ഥലങ്ങള് യുസ്തജാബു ഇൻദഹ ദുആഉ, അവിടെ വെച്ച് ദുആരുന്നാൽ ഉത്തരം കിട്ടപ്പെടുക തന്നെ ചെയ്യും. കമാ അന്ന ദുആ ഫി സഹരി, അത്താഴ സമയത്ത് സുബഹിന്റെ മുമ്പ് എഴുതിട്ട് ദുആരുന്നാൽ ഉത്തരം കിട്ടുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചതുപോലെ മർജുവൻ, അത് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതാണ്. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ അതും ഉത്തരം കിട്ടുന്നതാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചതാണ്.
വഫിൽ മസാജിദി, പള്ളികളിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ വഴിക്ക് വന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് മഹാന്മാരായ ഔലിയാക്കള്, ആരിഫീങ്ങള്, മഹത്തുക്കള് മറയടക്കപ്പെട്ട സ്ഥലങ്ങൾക്കും പുണ്യമുണ്ടെന്ന മഹാന്മാരായ പണ്ഡിതന്മാര്, വലിയ വലിയ സലഫു സാലിഹീകളായ പണ്ഡിതന്മാര്, ഈ കാലത്ത് ജീവിച്ച പണ്ഡിതന്മാരല്ല ഇവരാരും. ഹിജറയുടെ 1ഉം 2ഉം 3ഉം നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ച വലിയ വലിയ മഹാപണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നത് കാണാം. അല്ലാഹു തആല അവരെയൊക്കെ പിൻപറ്റി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അത്തരം എന്തുകൊണ്ടായിട്ട് പറയുന്ന അവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ അഹിയാഉൻ ഇൻദ റബ്ബിഹിം, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്, ഇവിടുത്തെ ജീവിതമല്ല. ഈ ജീവിക്കുമ്പോൾ അവർക്ക് പരിധികളുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ജീവിതമാണ്. ഈ ജീവിതം ഒന്നും അല്ല, അതാണ് ജീവിതം. അല്ലാഹു തആല ആ ജീവിതം നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള മഹാന്മാരായ ഔലിയാക്കള്, ആരിഫീങ്ങള്, അവരെയൊക്കെ സന്ദർശിക്കുക, അവരുടെ ഖബർ സന്ദർശിക്കുക വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും അല്ല ഈ പറയുന്നത്. മഹാനായ ഒരു പണ്ഡിതൻ സൂരൽ കാളി, ആരാണ് ഈ കാളി എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കൂട്ടത്തിൽ എൻ്റെ അറിവുകേട് കൂടി ഞാൻ നിങ്ങളോട് സംബന്ധിച്ച് പറയാം. പാലക്കാട് ജില്ലയിലെ വലിയ വലിയ അനഫി പണ്ഡിതന്മാരോട് ഞാൻ ബന്ധപ്പെട്ടു, ആരാണെന്ന് അറിഞ്ഞു കിട്ടാൻ വേണ്ടി. അവസാനം മുഹമ്മദ് അലി അതറത്താണ് പറഞ്ഞത്. മൂപ്പർ ഒരു ദിവസം കിതാബ് നോക്കിയതാണ്. രാവിലെ 10 മണിക്ക് ഞാൻ വിളിച്ച്, അപ്പം മൂപ്പര് പറഞ്ഞു ഒരു മറുപടി, അതെനിക്ക് തൃപ്തിയായിട്ടില്ല ഞാൻ പറഞ്ഞു. പിന്നെ വൈകുന്നേരം ഞാൻ അവിടെ മദ്രസയിലായിരിക്കും വിളിച്ചിട്ട് പറഞ്ഞു, അത് കാളി ഖാൻ എന്ന് പറയുന്ന വലിയ പണ്ഡിതനാണ്, അദ്ദേഹം ഇന്ത്യക്കാരനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അതായത് എൻ്റെ ലാപ്ടോപ്പിൽ നോക്കിയപ്പോൾ അദ്ദേഹം വലിയ ആൾ തന്നെയാണ്. അദ്ദേഹം ജനിച്ചത് മരിച്ചത് ഹിജറ 592 അദ്ദേഹത്തിന് ശരിയായ പേര് ഹസൻ ബിൻ മൻസൂർ ഹിന്ദി എന്നാണ്. അദ്ദേഹത്തിന് ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഫതാവ കാളി ഖാൻ, ഹനഫി മദ്ഹബിലെ വലിയ ഒരു ആധികാരിക ഗ്രന്ഥമായ ഫതാവ കാളി ഖാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫതാവ അദ്ദേഹത്തിൻ്റെതാണ്. അങ്ങനത്തെ ഒരു മഹാപണ്ഡിതനാണ് കാളി ഖാൻ. അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നുണ്ട് ഈ സിയാറത്തിനെ കുറിച്ച്, അതായത് പെണ്ണുങ്ങൾ ഖബർ സിയാറത്തിന് പോണതിനെ പറ്റി ഒരു ചോദ്യം അദ്ദേഹത്തോട്. സൂരൽ കാളി ബിൻ ജവാസി ഖുറൂജിൻ നിസാഇൽ മഖാബിർ, സ്ത്രീകൾ മഖബറകളിലേക്ക് ഖബർ സിയാറത്ത് പോകുന്നത് ജായിസാണോ എന്ന് മഹാനായ കാളി ഖാൻ എന്നവരോട് ചോദിക്കപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, നീ പെണ്ണുങ്ങൾ സിയാറത്തിന് പോകുന്നതിനെ പറ്റിയുള്ള അതിന്റെ അനുവദനീയമാണോ, അതുകൊണ്ട് കേടുണ്ടോ എന്നൊന്നും നീ എന്നോട് ചോദിക്കണ്ട. അതുപോലത്തെ കാര്യങ്ങളിൽ ഇങ്ങനെയല്ല നീ ചോദിക്കേണ്ടത്. സിയാറത്തിന് വേണ്ടി ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ അവൾക്ക് കിട്ടുന്ന ശാപം എത്രയാണെന്നാണ് നീ എന്നോട് ചോദിക്കേണ്ടത്. അദ്ദേഹം പറയുന്ന മറുപടിയാ, എത്ര ശാപം അവൾക്ക് കിട്ടുക. മടവൂർക്ക് പോയാലും മമ്പറത്തേക്ക് പോയാലും ഇനി വേറെ എവിടേക്കെങ്കിലും പോയാലും പെണ്ണിന് കിട്ടുന്ന പൂജ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, വലിയ പണ്ഡിത, അതിനെ ഞാൻ അദ്ദേഹത്തെ പറ്റി പരിചയപ്പെടുത്തിയത്. അദ്ദേഹം പറയാ, കാലത്ത് അവൾ വീട്ടിൽ നിന്ന് ആ പെണ്ണ് വയലമ്മി അറിഞ്ഞോ കസറത്തിൽ ഖുറൂജ കാലത്ത് ലഅനത്തില്ല. സിയാറത്തിന് വേണ്ടി ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഉദ്ദേശിച്ചാൽ ആ പെണ്ണ് അള്ളാഹുവിന്റെ ശാപത്തിലാണ്. മലായികത്തി, അള്ളാഹുവിന്റെ മലക്കുകളും ആ പെണ്ണിനെ ശപിക്കുകയാണ്. ഖറജത്ത്, അങ്ങനെ ആ പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ലഹികഹാശയാത്തീനും മിൻ കുല്ലി ജാനിബി, അവളെ എല്ലാ ഭാഗത്തു നിന്നും പിശാചുക്കൾ വന്ന് പൊടിയും. എന്നിട്ട് അത്തത്തിൽ കുബൂറ, ആ പെണ്ണ് ഔലിയാക്കന്മാരുടെ ഖബറിൽ എത്തിയാൽ റൂഹുൽ മയ്യിത്തി, അവിടെ മറയടക്കപ്പെട്ട വലിയന്റെ ആത്മാവ് ഈ പെണ്ണിനെ ശപിക്കും. ആ ശാപവും ആ പെണ്ണിന് കിട്ടും. റജഅത്ത്, അങ്ങനെ അവള് സിയാറത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തിരിച്ചു വരുന്ന സമയത്ത് ലഅനത്തില്ല, അള്ളാഹുവിന്റെ ലഅനത്തിലായിക്കൊണ്ടാണ് ആ പെണ്ണ് മടങ്ങി വരുന്നത് എന്ന് ആശിയത്തുൽ ഇലാഹ് എന്ന് പറയുന്ന ഹനഫി മദ്ഹബിലെ കിതാബാണ്. ഇവിടെ കിതാബ് എൻ്റെ മേശപ്പുറത്തിരിക്കുന്നുണ്ട്, അത് നോക്കി എഴുതിയെടുത്തതാണ്. ഇലാഹിന്റെ ആശയിലെ 135 പേജിൽ കാണാം. ഞാൻ സിയാറത്തിനെ പറ്റി പറഞ്ഞു എന്നും പറഞ്ഞിട്ട് പെണ്ണുങ്ങളെയും കൊണ്ട് സിയാറത്തിന് പോണവര് ആ കൂട്ടത്തിൽ മനസ്സിലാക്കാനായി പറഞ്ഞത്. ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾക്ക് ആ പുണ്യമുള്ള കാര്യം എന്നല്ല, അവർക്ക് അതിലേറെ പുണ്യമുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. ആണുങ്ങൾക്കാണ് ഈ പറഞ്ഞതൊക്കെ പറ്റും, അവർക്ക് അതിലൊക്കെ ആ പണ്ട് പറഞ്ഞ പുണ്യം കിട്ടും. അതെല്ലാം നന്നാവാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഏതായാലും സിയാറത്ത് എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ ആ കൂട്ടത്തിൽ കൂട്ടി തൂക്കിക്കൊണ്ട് നടക്കാൻ പറ്റൂല.
പോണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ മര്യാദകൾ പറഞ്ഞാൽ തീരൂല. മുഖം മറയ്ക്കണം, ശരീരത്തിന്റെ വണ്ണം അറിയാൻ പാടില്ല. അവൾ ധരിച്ച വസ്ത്രത്തിന്റെ പുറത്തുകൂടെ തോട്ട ഇത്ര വണ്ണുണ്ട്, നെഞ്ചിത്ര വണ്ണുണ്ട്, മാറിത്ര മുങ്ങിയിട്ടുണ്ട് എന്നൊന്നും അറിയാൻ പറ്റില്ല. അങ്ങനത്തെ ഔദ്ദജ്, അതായത് തമിഴ്നാട്ടിലൊക്കെ നമ്മളെ പട്ടാണികളൊക്കെ ഇടുന്നൊരു പർദ്ദുണ്ട്, ഇവിടുത്തെ പർദ്ദ എല്ലാം പറഞ്ഞ് അവരിടുന്നൊരു ബുർഖുണ്ടല്ലോ, ശരീരത്തിന്റെ വണ്ണവും വലിപ്പം ഒന്നും തിരിയൂല, എന്തോ ഒരു ഊമാണ്ടി പോണെന്നേ തോന്നുള്ളൂ, കുട്ടികളെല്ലാം പേടിക്കും. അതാണ് ആ പറഞ്ഞ ശറയ്യായ പർദ്ദ. അത് ഇട്ടുകൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ പോവാം, പോക്ക് തെറ്റല്ല. പക്ഷെ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈലാഹിന്റെ വേറൊരു പതിപ്പ് കൂടെ ഉണ്ട്. അതിന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് സിയാറത്ത് കറാഹത്താണ് എന്നാ മൂപ്പര് പറയുന്നത്. ഈലാഹിന്റെ സുന്നത്താന്ന് പറഞ്ഞതിന് വേറൊരു കോപ്പിയിൽ പറയുന്നത് കറാഹത്തന്നെ ഇന്നത്തെ കാലത്ത് എന്ന. ഏതാവട്ടെ, ഞാൻ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് സിയാറത്ത് ഒരു പുണ്യകർമ്മമാണ്. എന്തുകൊണ്ട്? അവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്, നമ്മുടെ മുൻഗാമികളായ ആ മഹത്തുക്കള്. അവര് മരിച്ചുപോയി, അവരൊക്കെ ചത്തു, അവരൊക്കെ ശവമായി എന്ന് വിശ്വസിക്കരുത് ഒരു കാരണവശാലും. അവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്. അല്ലാഹു തആല അതുപോലത്തെ ഒരു ജീവൻ നമുക്ക് നൽകണം എന്ന് ആശിക്കേണ്ടവരാണ് നമ്മൾ. ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. എന്നാൽ ഇസ്ലാം അല്ലാത്തവർക്ക് വേറെ ചിന്താഗതികളുണ്ട്. നോക്ക് നിങ്ങൾ, ഒരാൾ പറയുന്നത് കാണാം, അഫ്ത ഷൈഖുൽ ഇസ്ലാം ഇബ്നു തീമിയ, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തീമിയ ഫത്വ കൊടുക്കുന്നു, അല അന്ന റജുല, ഒരാള് ഇതാ ഖറജ മിൻ ബൈതിഹി, അവനവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അവൻ പോണത് മദീനയിലേക്കാണ്. എൻ്റെ അളിയൻ ഇന്നലെ മദീനത്തിൽ മിനിയാൻ 3-4 ദിവസം മുമ്പ് വന്നിട്ടുണ്ട്. നാളെ പോവുകയും ചെയ്യും, പോണത് മദീനത്തിലാണ്. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവൻ മനസ്സിൽ കരുതുകയാണ്, സഅസൂറു ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യുമെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരുതിയാൽ അന്ന ഹാദാ സഫറു മഅസിയത്തിൻ, അവൻ പാപിയാണ്, ആ കരുതലോടുകൂടെ അവൻ മഹാപാപിയായി എന്ന് ഫത്വ കൊടുത്ത ഒരാളുണ്ട്. ഇബ്നു തീമിയ എന്ന അയാളുടെ പേര്. റജുലും വാലുൻ മുദില്ലുൻ, അയാൾ പഴച്ചവനും പഴപ്പിക്കുന്നവനുമാണ് എന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അദ്ദേഹത്തിന്റെ ഫതാവൽ ഹദീസിൽ പറഞ്ഞ ഒരു വൃത്തികെട്ടവനാണ് ഇബ്നു തീമിയ എന്ന് പറയുന്ന ഈ മനുഷ്യൻ. അയാളല്ലാതെ ലോകത്ത് ഒരാളും സിയാറത്ത് പാപമാണ്, തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അയാളെ പിൻപറ്റുന്നവരാണ് നമ്മുടെ നാട്ടിലെ വഹാബികളും മൗദൂദികളും. അതുകൊണ്ട് അവർക്ക് സിയാറത്ത് മഹാപാപമാണ്, അത് ഇസ്ലാമല്ല, നമ്മുടെ സലഫു സാലിഹീങ്ങളുടെ പതിവല്ല. അവർ ഉപ്പും ചാക്കിന് പഞ്ചാര എഴുതി വെച്ചിരിക്കുക, പേര് സലഫികൾ എന്നാണ്. പക്ഷെ സലഫു സാലിഹീകൾ പറഞ്ഞതിനും ചെയ്തതിനും ഒക്കെ എതിരാ അവരുടെ വിശ്വാസവും കർമ്മവും ഒക്കെ. ഇയാൾ ഹിജറ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാളാണ്, അടുത്ത കാലത്ത് ജീവിച്ച ആളാണ് ഇയാൾ സലഫിയൊന്നും അല്ല. സലഫു സാലിഹീകൾ വിശ്വസിച്ചതിനെതിരെ വിശ്വസിച്ചാൽ നമ്മൾ കാഫിറായി പോകാൻ ഇടവരും, അല്ലെങ്കിൽ മുബത്തദിയാവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് വിശ്വസിക്കേണ്ട രൂപത്തിൽ തന്നെ വിശ്വസിക്കുകയും പിൻപറ്റേണ്ടവരെ പിൻപറ്റി ജീവിക്കുകയും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ചെയ്യുന്ന മുത്തക്കികളിൽ ഫായിദീങ്ങളിൽ അള്ളാഹു തആലയും നമ്മുടെ ഇഷ്ടക്കാരെയും കുടുംബങ്ങളെയൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പഴച്ച വിശ്വാസങ്ങളെ തൊട്ടും ചിന്തകളെ തൊട്ടും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദിനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പള്ളി പെയിന്റ് ചെയ്യേണ്ട കൂലിയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ പുറത്തുനിന്നുള്ള ആളുകൾ, ഈ മാറ്റി പെടാത്ത ആളുകളാ കാര്യമായിട്ട് കൊടുത്തിരിക്കുന്നൊക്കെ. വയൽ കേട്ടവർ തന്നിട്ടുണ്ട്, വീട്ടിലിരുന്ന് വയൽ കേട്ട ഒരു പെണ്ണ് പൈസ തന്നിട്ടുണ്ട്. ആകെ ഇവിടെ നിന്ന് അത്ര പോലും കിട്ടിയിട്ടില്ല എന്നപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വീട്ടിലിരുന്ന് വളർന്നു കേട്ട പെണ്ണ് പറഞ്ഞാൽ എൻ്റെ വയൽ ഇവിടെ പറയുന്നത് മുഴുവൻ ആധികാരികമാണ്. അത് പറയണമെന്ന് വിചാരിച്ചിട്ട് പറയാം. എൻ്റെ പ്രസംഗം പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി ആരൊക്കെയോ പരിശ്രമിക്കുകയാണ്. എൻ്റെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തിട്ടും മറ്റൊക്കെ ആയിട്ട് ഗ്രൂപ്പുകളിൽ, പാലക്കാട് ജില്ലയിലെ മൂല്യന്മാരുടെ ഗ്രൂപ്പിൽ എൻ്റെ പ്രസംഗം ഞാൻ ഇട്ടിരുന്നു. അവരിഞ്ഞത് ഇടാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഇവിടെ ഞാൻ പ്രസംഗിക്കുന്ന 96-ാമത്തെ പ്രസംഗമായിരുന്നു. ഈ മഹലിൽ 96-ാമത്തെ പ്രസംഗം. ഈ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. ഉസ്താദ് തോണിപ്പാടം അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ പ്രസംഗമൊക്കെ കിട്ടും. ഇത് നിങ്ങൾ കേട്ടിട്ട് എനിക്ക് ആളെ കിട്ടാൻ വേണ്ടി പറയല്ല, ഇത് ആധികാരികമാണ്. എൻ്റെ പ്രസംഗത്തിന് എന്തെങ്കിലും കുറ്റോ കുറവോ ഉണ്ടെങ്കിൽ പറയേണ്ട പണ്ഡിതന്മാരിൽ കേൾക്കുന്നുണ്ട്. ചിലത് 2500, 3000, 4500 ആളുകളൊക്കെ എൻ്റെ പ്രസംഗം, ഓരോ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ആരും ഒരു തെറ്റും അതിൽ ഇതുവരെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്ര ആധികാരികമായി കിതാബ് നോക്കി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ പ്രസംഗം കഴിഞ്ഞാൽ അന്ന് ഞാൻ നോക്കൂല. നാളെ രാവിലെ മുതൽ അടുത്ത വെള്ളിയാഴ്ച പ്രസംഗിക്കേണ്ട നേട്ടം ഞാൻ ഉണ്ടാക്കും.
ഒരാഴ്ച ഉണ്ടാക്കിയിട്ടാ അധ്വാനിച്ചിട്ട് ഞാൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രസംഗങ്ങൾ കഴിയുന്നവരെ നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് കേൾക്കണ്ടാന്ന് ആഗ്രഹിക്കുന്നു.